ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പോസിറ്റീവായി തുടരുന്നതിനുള്ള 9 നിയമങ്ങളാണ്. നമുക്ക് നേരിട്ട് പോസിറ്റീവായി തുടരുന്നതിനുള്ള സമ്മർദ്ദരഹിതമായ ജീവിതം നയിക്കുന്നതിനും മറ്റുമുള്ള 9 നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, ജീവിതത്തിൻ്റെ പഴയ അധ്യായങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാതിരിക്കാനുള്ള ശക്തി നിങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ്. കാരണം നിങ്ങൾക്ക് ഭൂതകാലത്തിലേക്ക് മടങ്ങി കഴിഞ്ഞുപോയ കാര്യങ്ങളെ ശരിയാക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ്. സംഭവിച്ചെല്ലാം സംഭവിച്ചു. അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ അവലോകനം ചെയ്യാനുള്ള സമയമാണ് പിന്നീടുള്ളത്. അത് മനസ്സിലാക്കി അതിൽ നിന്നും നിങ്ങളുടെ വർത്തമാനവും ഭാവിയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റൂൾ നമ്പർ 2, നിങ്ങൾ നെഗറ്റീവ് ആത്മാക്കളിൽ നിന്ന് മാറി നിൽക്കണം. അതായത് കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന, നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ആളുകൾ, വരികൾക്കിടയിലൂടെ വായിച്ച് കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾ, അനാവശ്യമായി വിമർശിക്കുക, ശപിക്കുക, പരാതിപ്പെടുക, ഗൂഢാലോചന നടത്തുക, മനസ്സിനെ ദുഷിപ്പിക്കുക എന്നീ ആളുകളുമായുള്ള ഇടപെടൽ ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഒരു തരത്തിലും മെച്ചപ്പെടുത്തുകയേയില്ല. റൂൾ നമ്പർ 3, മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കണ്ട് നിങ്ങൾ അവരെ വിധിക്കുന്നത് അവസാനിപ്പിക്കണം. നിങ്ങളുടെ സ്വന്തം ബിസിനസ് പ്രവർത്തനങ്ങൾ, സോഷ്യൽ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും മൂലം നിങ്ങളുടെ ചിന്തകളെ മലിനമാക്കുകയും നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. റൂൾ നമ്പർ 4, കൃതജ്ഞതാശീലം നിങ്ങൾ വളർത്തിയെടുക്കണം. ഇതിനർത്ഥം ഓരോ ദിവസത്തിൻ്റെയും അവസാനത്തിൽ നിങ്ങൾ ലോകത്തെ കോടിക്കണക്കിന് ആളുകളെക്കാൾ മികച്ചവരാണെന്ന വസ്തുത പുതുക്കണം. ആരോഗ്യമുള്ളവരായിരിക്കുന്നു, ഭാരിച്ച കടങ്ങളൊന്നും തന്നെയില്ല, കട്ടിലിൽ കിടക്കയിൽ ഉറങ്ങുക, ദിവസത്തിൽ 3 തവണ ഭക്ഷണം കഴിക്കുക, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നിവ കോടിക്കണക്കിന് ആളുകൾ ആസ്വദിക്കാത്ത വലിയ അനുഗ്രഹങ്ങളാണ് എന്നത് മനസ്സിലാക്കി നന്ദിയുള്ളവരാകുക. ഇത്തരത്തിൽ ഉയർന്ന അളവിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് വളരെ ശക്തമായ രീതിയിൽ പോസിറ്റീവ് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. റൂൾ നമ്പർ 5, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലും പോസിറ്റിവിറ്റിയുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിലും കോട്ടുകൾ അടങ്ങിയ ഫേസ്ബുക്ക് പേജുകൾ ഇഷ്ടപ്പെടുന്നതിലും പ്രചോദനാത്മകമായ സ്റ്റോറികൾ ദിവസവും വായിക്കുന്നതിലും നിങ്ങൾ സമയം ചെലവഴിക്കണം. നിങ്ങളുടെ പോസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ല യൂട്യൂബ് വീഡിയോകൾ എല്ലായ്പ്പോഴും കാണുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും നിങ്ങളുടെ പോസിറ്റീവ് വ്യക്തിത്വത്തെ ശാക്തീകരിക്കാനും സഹായിക്കും. റൂൾ നമ്പർ 6, ആളുകളോടും സാഹചര്യങ്ങളോടും നിങ്ങൾ പൊട്ടിത്തെറിക്കുകയും തലക്കടിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും അവസാനിപ്പിക്കണം. അതേസമയം നിങ്ങൾ ക്രിയാത്മകമായി തുടരുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുകയും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും വേണം. കാരണം ഓരോ ആത്മാവും ചിന്തയിൽ അദ്വിതീയമാണ്. അതിനാൽ നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ തെറ്റ് പറ്റാൻ കഴിയും എന്ന വസ്തുത മനസ്സിലാക്കുകയും തെറ്റ് വന്നാൽ നിങ്ങൾ ഏറ്റുപറയുകയും വേണം. അതിനാൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ സഹാനുഭൂതിയോടെ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സ്വയം പോസിറ്റിവിറ്റി ഇൻഡെക്സ് കുറച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ചില സാഹചര്യങ്ങളിൽ വളരെ കൂളായിരിക്കുക. റൂൾ നമ്പർ 7, നിങ്ങളുടെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ലെങ്കിലും നിങ്ങൾ പോസിറ്റീവായിരിക്കണം. സമയം അവസാനിക്കുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ സാഹചര്യത്തിൻ്റെ മാറ്റപ്രക്രിയ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്വീകരിച്ച ഒരു മഹത്തായ ചുവടുവെപ്പിന് തുല്യമാകാൻ 1000 പദ്ധതികൾക്ക് പോലും കഴിയില്ല എന്നത് ഓർക്കുക. റൂൾ നമ്പർ 8, ഇടയ്ക്കിടെ നിങ്ങളുടെ പുഞ്ചിരി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടും സോഷ്യൽ മീഡിയയിലും കൂടിയുള്ള ആക്രമണം, ചില സംഘടനകളിൽ തിളങ്ങാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെടുക, മറ്റുള്ളവരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക, കാര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക, എന്തിനെങ്കിലും കുറിച്ച് ഭയത്തോടെ ജീവിക്കേണ്ടി വരിക മുതലായവ സംഭവിക്കുമ്പോൾ നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിൽ വളരെ നല്ലതുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. റൂൾ നമ്പർ 9, നിങ്ങളുടെ ചിന്തകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ചിന്തകളുടെ ഗുണനിലവാരം മനസമാധാനത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്നു. ആയതിനാൽ നിങ്ങളെക്കാൾ ഉയർന്ന നിലയിലുള്ള ആളുകളുമായി പ്രവർത്തിച്ച് അവരുടെ നല്ല ചിന്താശൈലങ്ങളെ ജീവിതത്തിൽ പകർത്തുക. പോസിറ്റീവായി തുടരുന്നതിനുള്ള ലളിതമായ 9 നിയമങ്ങൾ ഇവയൊക്കെയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.